Sky Gold, elegance of beauty. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോകുൽ, അതുപോലെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് അല്ലേ, ഏരിയ സെക്രട്ടറി യദു. ഇപ്പോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ VT ബൽറാം SFIയെ കുറിച്ച് പറഞ്ഞത് സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് 10 വർഷത്തോളം സൈലന്റ് ആയിരുന്നിട്ട് നേരത്തെ ചെയ്ത സംഭവങ്ങളെയൊക്കെ ഇപ്പോൾ വലിയ പർവ്വതീകരിച്ച് ഇപ്പോൾ സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല UDF പലരും ചോദിക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട SFIയുടെ നേതാവെന്ന നിലക്ക് അവർക്ക് എന്ത് മറുപടിയാണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത്? VT ബൽറാമിനെ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞ ഒരു മറുപടി ഒരു SFIക്ക് പ്രവർത്തനം കൊടുക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 10 വർഷം SFI സൈലന്റ് ഫെഡറേഷനായി പോയി എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. SFI കഴിഞ്ഞ 10 വർഷം കേരളത്തിലെയും ഈ രാജ്യത്തിലെയും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ പഠന നിലവാരത്തെ സംബന്ധിച്ച് അവരുടെ അക്കാദമിക് പരമായ അവരുടെ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള വിവിധ ഘട്ടങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ നിലപാടെടുക്കുകയും ആ നിലപാടുകളിൽ വീണ്ടും ഭരണകൂടത്തിൻ്റെ ഏത് ഭരണകൂടമോ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കിയല്ല SFI ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ നിലയിലേക്ക് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലവും കേരളത്തിലെയും രാജ്യത്തെയും വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി വിഷയങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുകയും സമരരംഗത്ത് ഇറങ്ങേണ്ട വിഷയങ്ങളിൽ സമരരംഗത്തിറങ്ങുകയും ചെയ്ത ഒരു കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇടപെടുകയാണ്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ വരുന്നത് അത് അവിടെ അച്ചടി മാധ്യമങ്ങളാണ്, അതങ്ങനെ ഇരിക്കും എന്ത് പറഞ്ഞാലും ജനങ്ങൾക്കത് അതായിരിക്കും കാര്യം. ഇന്ന് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന ഒരു സംഭവം ഇപ്പോഴും കറങ്ങുന്നു. ഇന്ന് പറഞ്ഞത് കറങ്ങും, ഇനി പറയാൻ പോകുന്നതും കറങ്ങും, അതൊന്നും മാഞ്ഞു പോകില്ല എന്ന പോലെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമര ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടക്കുമ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട VT ബൽറാമിനെ പോലുള്ള ആളുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും? PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടെല്ലാം SFI ആ ഘട്ടത്തിൽ തന്നെ, അത് എന്നാണോ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിൽ തന്നെ SFIയുടെ നിലപാട് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കേണ്ടുന്ന ചില നിർബന്ധിതമായ കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ടി വരുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫ്രെയിം വർക്കിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാഭ്യാസ സമൂഹവും ഏറ്റെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതും, എന്നാൽ അതോടൊപ്പം കേരളത്തിന് കിട്ടേണ്ടുന്ന വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ സഹായമുണ്ട്. SSK ഫണ്ട് ഉൾപ്പെടെ ഈ പദ്ധതി മാത്രം ഒപ്പിട്ടാൽ മാത്രം ലഭ്യമാകുന്നു എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി നിലപാട് പറയുകയും ചെയ്തു. കാരണം അത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ അവകാശമാണ് ആ ഫണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗമാണോ ആ മാർഗം എന്ന് പറയുന്നത് ഒപ്പിടുക എന്നുള്ളതല്ല ശാശ്വതമായ ഒരു മാർഗം. അവിടെ ഞാൻ ഇടപെട്ടെ, നേരത്തെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയൊക്കെയാണ് അതിൽ ഒപ്പിടലും കാര്യങ്ങളൊക്കെ നടത്തിയെന്ന തരത്തിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ നടത്തുന്ന സമരത്തെ കുറിച്ച് ചർച്ച വരുമ്പോൾ അതിനെന്താണ് നിങ്ങൾ പറയുന്നത്? ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഇതിനോടകം നിയമസഭയിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് പുറത്ത് SFIയുടെ നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതാണ്, ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലും അതിന്റെ ആദ്യഘട്ട MOU വർക്കുകൾ മാത്രമാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടുന്ന പദ്ധതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ആ പദ്ധതി നിയമമാകണമെങ്കിൽ അത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതിന്റെ സാധ്യതകൾ തേടിയതിന് മാത്രമാണ് അതിന്റെ ഒരു ഫ്രെയിം വർക്ക് പൂർണ്ണമാകുകയുള്ളൂ. MOUമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ ഈ പറയുന്നത് പോലെയുള്ള ചില അപാകതകൾ ഉണ്ടായേക്കാം എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അന്ന് വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉൾപ്പെടെ പ്രതികരണങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളും തേടി ആ നിലയിലേക്ക് അഭിപ്രായങ്ങളൊക്കെ തേടിയതിനു ശേഷം ഒരു തീരുമാനം അവിടെ എടുത്തു വെച്ചു, അത് മരവിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫണ്ട് ലഭിക്കുകയും വേണം, അതോടൊപ്പം ഈ പറയപ്പെടുന്ന അവർ നിഷ്കർഷിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നടപ്പിലാക്കുകയും പാടില്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉൾപ്പെടെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാം നിലപാട് വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇതിനകത്ത്
ഒരാശങ്കയ്ക്കും ഇടയില്ലാതെ ആ ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്കുണ്ടാകുമ്പോൾ കൃത്യമായ ചർച്ച നടത്തി അതിനെ സംബന്ധിച്ചൊരു മരവിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊരു നടത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ഭരണകൂടം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരം മാറുന്നത്. എന്നാൽ ഇന്ന് അധികാരത്തിലെത്തിയ വി.ഡി. സതീശന്റെ സർക്കാരിന്റെയും അതിന്റെ മുന്നണികളുടെയും നിലപാടെന്താണ്? അറബിക്കടലിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞ PM ശ്രീയെ ചൂണ്ടയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തിച്ച ഒരു നിലപാട് എത്ര അപഹാസ്യകരമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ പറയപ്പെടുന്ന നടപടിക്രമങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്ന് പറയുകയാണ്. ഈ ഘട്ടത്തിലും SFI അതിന്റെ പ്രസ്താവന മുന്നോട്ട് വെച്ചത് PM ശ്രീ നടപ്പിലാക്കരുത്, അതായത് അതിന്റെ ഫ്രെയിംവർക്കിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ. ഒരു ബ്ലോക്കിനകത്ത് 2 സ്കൂളുകളിൽ എന്ത് ചെയ്യേണ്ടി വരും? ബോർഡ് വെക്കേണ്ടി വരും. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? NCERT സിലബസ് പഠിപ്പിക്കേണ്ടി വരും. ചരിത്രങ്ങളെ അത് അവനിർമ്മിച്ചുകൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിപ്പിക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. എന്നാൽ നിയമസാധ്യതകളെ ഉപയോഗപ്പെടുത്തി ആ PM ശ്രീ ഒപ്പിട്ടാൽ മാത്രം കിട്ടുമെന്ന് പറയുന്ന തുകയുണ്ട്. SSK ഫണ്ട് ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിന് 1400 കോടി രൂപയുണ്ട്. ആ രൂപ എന്ത് ചെയ്യണം? PM ശ്രീ ഒപ്പിട്ടാൽ മാത്രമേ ലഭ്യമാകൂ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടിനെതിരെ കേരളം ഒറ്റക്കെട്ടായി ആ ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് കടക്കണം എന്നുള്ളത് കൂടിയാണ് SFIയുടെ സ്റ്റാൻഡ്. അതിന് PM ശ്രീ ഒപ്പിട്ട ശേഷം ഒരു മുന്നോട്ട് പോക്കിലേക്ക് ഒരു ഘട്ടത്തിലും ഈ ഗവൺമെന്റ് കടക്കാൻ വേണ്ടി പാടില്ല. അത് പോകുന്ന മുറയ്ക്ക് തീർച്ചയായും വലിയ പ്രതിരോധവും വലിയ പ്രതിഷേധവും SFI എന്ന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരും. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പാസാക്കിയ ഘട്ടത്തിലും ഗവർണറുടെ ഒത്താശയോടുകൂടി കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ അവയെ അട്ടിമറിക്കാൻ വേണ്ടി സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഉൾപ്പെടെ ഈ പറയപ്പെടുന്ന ഗവർണർ ഉൾപ്പെടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന VC-മാർ, സിൻഡിക്കേറ്റ് മെമ്പർമാർ, സെനറ്റ് മെമ്പർമാർ, ഈ ഘട്ടത്തിലെല്ലാം SFI സൂചിപ്പിച്ചത് സർവകലാശാലകളെ, ക്യാമ്പസുകളെ, കേരളത്തിന്റെ പരിപാവനമായ പൊതുവിദ്യാഭ്യാസത്തെ RSSനും സംഘപരിവാരത്തിനും എഴുതി കൊടുക്കുവാനുള്ള ഒരു നീക്കവും ഒരു ഘട്ടത്തിലും കേരളത്തിലെ അംഗീകരിക്കുകയില്ല. അതിനെ എന്ത് വില കൊടുത്തും, ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ സജ്ജമായി SFI കഴിഞ്ഞ 56 വർഷവും ഉണ്ടായിട്ടുണ്ട്. അതിൽ 10 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. 56 വർഷവും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കും വരാനിരിക്കുന്ന നാളുകളിലും ശക്തിയുക്തം ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് VT ബൽറാം പറഞ്ഞതൊക്കെ തള്ളിക്കളയുകയാണ് ഗോകുൽ. അതായത് 56 വർഷമായി SFI വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിൽ സമരമുഖങ്ങളിലൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ, ന്യായമാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാം. അല്ലാതെ സമരമുഖങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതറ്റം വരെയും ജീവൻ കൊടുത്തും ഈ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി SFI മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടിയാണ് വിദ്യാർത്ഥി സമൂഹത്തിന് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഗോകുൽ നൽകുന്നത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.